അപ്പൊ ഇന്ന് റമദാൻ 16 നാളെ റമദാൻ 17. നാളെ റമദാൻ 17 എന്ന് പറഞ്ഞാൽ പള്ള നിറച്ചും തിന്നുന്ന ദിവസമാണ് ഒരു കൂട്ടർക്ക്. ഇപ്പൊ ഞാൻ ഒരു മൊയ്ലിയാരെ പ്രസംഗം കേട്ടതാണ് കഴിഞ്ഞ ദിവസം. 33 പത്തിരി. എത്ര ഒരു വീട്ടിൽ നിന്ന് 33 പത്തിരി, 313 വെള്ളപ്പം, 313 വെള്ളപ്പം, 313 രൂപ, 313 ചെമ്പ്. എന്താണ് നിങ്ങളെ സ്വന്തം കൈകൊണ്ട്, സ്ത്രീകളോട് പറയാണ് വലിയവര്, നിങ്ങളെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ 313 വെള്ളപ്പം. അതുപോലെ തന്നെ 33 പത്തിരി. നോക്കണേ, നോമ്പിന് ഖുർആൻ ഓതാനല്ല പറയുന്നത്, ദിക്റ് അല്ലാനല്ല പറയുന്നത്, അള്ളാഹിനോട് പ്രാർത്ഥിക്കാനല്ല പറയുന്നത്. 310 പത്തിരി ചുട്ട് കളിച്ചോളിയും. എന്നിട്ടോ ഉസ്താദിന്റെ പുരയിൽ എല്ലാവരും കൊണ്ടുവരിക, ഉസ്താദിന്റെ പുരയിൽ എല്ലാരും കൊണ്ടുവരിക. എന്ത്? 313 വെള്ളപ്പം, 33 പത്തിരി. അപ്പൊ 1000 ആള് വന്നാലോ? 1000 ആളെ കയ്യിൽ 33 പത്തിരി. 1000 33 എത്ര പത്തിരിയായി? കൂട്ടിക്കോളി, നിങ്ങൾ കൂട്ടിക്കോളി. 1000 ആളുടെ കയ്യിൽ 313 വെള്ളപ്പം, 1000 ആളുടെ കയ്യിൽ 313 റുപ്യ. അതിൽ മൊയ്ലിയാർ പറയുന്ന 1 രൂപ ഒരു സ്വഹാബിക്ക് എന്ന നിലയിൽ. ബദരീങ്ങളിൽപ്പെട്ട ഒരാൾക്ക് 1 രൂപ, മുപ്പര് വിലട്ടതാ 1 റുപ്യ. അല്ല വിലട്ടതോ ആകാശഭൂമികളുടെ വിശാലമായ സ്വർഗം. മൊയ്ലിയാരിട്ടതോ 1 റുപ്യ, പുല്ല് വില കൽപ്പിക്കുന്ന 1 റുപ്യ. അവരെ മനസ്സിൽ അത്രേ ഉള്ളൂ. അള്ളാഹ്ക്ക് പുല്ല് വില കൽപ്പിക്കാത്ത മൊയ്ലിയന്മാര്, റസൂലിന് പുല്ല് വില കൽപ്പിക്കാത്ത മൊയ്ലിയന്മാര്, ദർഗ കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന മൊയ്ലിയന്മാര്, തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന മൊയ്ലിയന്മാര്, ഇതൊക്കെ ലോകത്ത് നിലക്കുന്ന. അതിലൊക്കെ ചാടി രക്ഷപ്പെട്ടുള്ള. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് 1000 ആള് 313 വെള്ളപ്പുകയറ്റ് വന്നാൽ ഇത് ചെങ്ങായി കിയാമത്ത് നാൾ വരെ തിന്നോ? അള്ള കൊടുത്ത എല്ലാ തൊളയെ കൂടെ തിന്നാലും തീരുവോ? മൂക്ക് കൂടി തിന്ന്, ചെവി കൂടെ കയറ്റി, അതുപോലെ മലദ്വാരത്തിൽ കൂടെ കയറ്റി, വായി കൂടെ കയറ്റിയാലും ഈ പത്തിനും ചപ്പാത്തിയും തീരുവോ? എന്തിനായത്? ഈ പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിച്ച് മിണുങ്ങുന്നത് എന്തിനാ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ചിന്തിക്ക്, നല്ലോണം ആലോചിക്കും. എന്നാ ഈ ബോർഡൊക്കെ കാണുമ്പോ, ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോ, ഉസ്താദ് എങ്ങനെ ഒരു ദീനുണ്ടോ എന്ന് ചോദിക്കാൻ ഒരു നട്ടലുള്ള ആണായി പറഞ്ഞ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ച ഒരാണ് ഉസ്താദെ ഈ തോന്നിയാസവും പേക്കൂത്തും മതത്തിലുള്ളതാണോ എന്ന് ചോദിക്കാൻ ബദർ യുദ്ധം കഴിഞ്ഞിട്ടാ ഉഹുദ് ഉണ്ടായത്. അങ്ങനാണെങ്കിൽ ബദർ യുദ്ധം കഴിഞ്ഞ് ഉഹുദ് യുദ്ധത്തിന്റെ മുമ്പ് 33 പത്തിരിയും 313 വെള്ളപ്പൂ അന്ന് ചുടണല്ലോ. അത് മതാണെങ്കിൽ അതില്ല. അപ്പൊ നിങ്ങൾ നോക്ക്, കാന്തപുരത്തിന്റെ മോന് നോളജ് സിറ്റി എന്ന് പറയണേ, കാന്തപുരത്തിന്റെ വലിയ ബിസിനസ് സ്ഥാപന. ഇന്ന് ഒരു വാർത്തയും കൂടി ഉണ്ട്, കേട്ടോളി. അബ്ദുൽ ഹക്കീം വിട്ട വാർത്തയാ, കേൾക്കണ്ടേ? ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിച്ചില്ല. ബിസിനസ്സാ, കച്ചവട, മതവ്യവസായം. കാന്തപുരത്തിനൊക്കെ തോൽപ്പിക്കുന്ന ഒരു മോനാണ്. ബെസ്റ്റ് മോനെ, ബെസ്റ്റ്. ജി ബാപ്പാനെയും തോൽപ്പിക്കും. ഈ ആദ്യമൊക്കെ ഉണ്ടായപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാകുകയും, കാരണം കുറച്ചൊരു ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ചൊക്കെ ബാപ്പാനൊക്കെ തിരുത്തുന്ന ഒരു മോനിജാവും. ബദർ ആചരിക്കാൻ ശരിക്കും ബദരീങ്ങളാരാ? ഇവിടെ ഉസ്താദ് പറയുന്ന 313 വെള്ളപ്പം ചൂടാനാ. ബദരീങ്ങൾ ബദറിൽ വന്ന എങ്ങനെ അറിയോ? ഒരു ഈത്തപ്പഴമൊക്കെ സഹാബിമാരുടെ കയ്യിലുള്ളത്. ആ ഈത്തപ്പഴം തൊട്ടടുത്ത് നിൽക്കുന്ന സഹാബിയുടെ വായിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. എന്നിട്ട് ആ സഹാബി ഈത്തപ്പഴം ആ ചുണ്ടിലിങ്ങനെ നനയ്ക്കും. അങ്ങനെ പട്ടിണി കിടന്നിട്ട് ആ ബദറിൽ ഒരു വന്ന് നമ്മളോ തിന്നിട്ട്, സത്യം ഞാൻ പറയാം, മൂക്കുകൂടി ബിരിയാണി ഇങ്ങനെ ചാടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട്. ഭാര്യ മിണുങ്ങിയിട്ട് 313 ചെമ്പ്, ബിരിയാണിന്റെ ചെമ്പ്. എല്ലാ മൊയ്ലിയാമാരെ ആ ചെമ്പിലേക്ക് തല കൈയായി കാല് മേലോട്ടാക്കി കെട്ടി തൂക്കുക. എന്നിട്ട് തിന്ന് മരിക്കട്ടെ. തിന്ന അവസാനം വീർപ്പ് മുട്ടി മരിച്ച് പെരിച്ചായിന്റെ മയില് കിടക്കുമ്പോ കൊണ്ടുപോയി ഖബറിസ്ഥാനിൽ കബറടക്കുക. വല്ലാത്തൊരു ദുര്യോഗമാണ് ഈ ഉമ്മത്തിന്റെ ദുര്യോഗം, വല്ലാത്തൊരു ദുര്യോഗമാണ്. ഈ ഉമ്മത്തും ഈ സമുദായവും എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾ പരിശോധിക്കണം. എന്നിട്ട് ഈ അബ്ദുൽ ഹക്കീം അസേരി പറയാണ്, കാന്തപുരത്തിന്റെ മുമ്പ് പറയാണ്, നോളജ് സിറ്റിയുടെ പ്രവർത്തനത്തിന് കുറെ തടസ്സം വന്നു. പെർമിഷനൊക്കെ കിട്ടിയില്ല പഞ്ചായത്തുകളിൽ നിന്ന്, അതുപോലെ തന്നെ സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന്. ഇതിനൊക്കെ കെട്ടിട പെർമിഷനൊക്കെ കിട്ടണം. അങ്ങനെ ചെയ്തു. അപ്പൊ പലയിടത്തും തടസ്സം ഉണ്ടായി. ഒരു കാന്തപുരത്തിന്റെ മോൻ പറയാണ്, അങ്ങനെ നമ്മൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. കാന്തപുരത്തിന്റെ മോൻ പറഞ്ഞതാണ്. എന്റെ കയ്യിലുണ്ട് ആ പ്രസംഗം, നിങ്ങളുടെ പലരുടെ കയ്യിലും ആ പ്രസംഗം ഉണ്ടാവും. കാന്തപുരത്തിന്റെ മോൻ എന്താ പറയുന്നത്? ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ബദരീങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു? ബദർ ഉണ്ടായത് എന്തിനാണ്? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കൂലാന്ന് മുഹമ്മദ് നബിയും സഹാബത്തും വാദിച്ചതിന്റെ പേരിലാണ് ബദർ ഉണ്ടായത്. ബദർ എന്തിനുണ്ടായത്? ഒന്നുകൂടി കേട്ടോളി. വഹി അസ്മാഉർ റിജാലുൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ. നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളായ 5 ഔലിയാക്കളെ മക്ക നിവാസികൾ വിളിച്ചു ദുആ ചെയ്തു, ഇസ്തിഗാസ നടത്തി. ഇബ്രാഹിം നബിയോട്, ഇസ്മായിൽ നബിയോടൊക്കെ ഇസ്തിഗാസ നടത്തി.
ആ ഇസ്തിഗാസ നടത്തിയപ്പോ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ഇസ്തിഗാസ നടത്തിയപ്പോ എന്തുണ്ടായി? നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. ആ ഇസ്തിഗാസ നടത്തിയപ്പോ അവര് നടത്തൂല, ഈ ആളുകളോട് ഇസ്തിഹാസം നടത്തൂല എന്ന് പ്രഖ്യാപിച്ചു. എന്നവര് പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് ബദർ ഉണ്ടായത്. ബദർ എന്തിനുണ്ടായത്? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, ഒരമ്പിയായിനോടും ഒരൗലിയായിനോടും പ്രാർത്ഥിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ബദർ ഉണ്ടായത്. ആ ബദരീങ്ങളോടാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ഒന്ന് ആലോചിച്ചേ, ബദരീങ്ങൾ ഇന്ന് തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ആളാരാ? റസൂലുള്ളാഹി. രണ്ടാമത്തെ ആളാരാ? അബൂബക്കർ സിദ്ദീഖ. മൂന്നാമത്തെ ആളാരാ? ഉമർ ഇബ്നു ഖത്താബ. നാലാമത്തെ ആളാരാ? അലി ഇബ്നു അബീ ത്വാലിബ്. എന്താ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വിട്ടത്? ബദർ യുദ്ധത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ബദരീങ്ങളുടെ കുലിയുണ്ട് അദ്ദേഹത്തിന്, ബദരീങ്ങളുടെ കുലിയുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ഈ സ്വഹാബിമാർ ഇന്ന് തിരിച്ചു വന്നാൽ ബദരീങ്ങളെ ആണ്ട് നടത്തുന്നവരോട് ചോദിക്കൂലേ? അബ്ദുൽ ഹക്കീം അസ്സരിയോട് ചോദിക്കൂലേ? ഞങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ നിനക്ക് എവിടെ നിന്ന് തെളിവ് കിട്ടി? ഞങ്ങൾ അള്ളാനെ മാത്രമേ വിളിക്കൂ എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തവരാ, ചോര ചിന്തിയവരാ, കഴുത്തു കൊടുത്തവരാ, കാലു കൊടുത്തവരാ. ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. 8-9 വചനം. അല്ലാഹുവിനോട് അവർ ഇസ്തിഗാസ നടത്തി. ടെന്റിൽ വെച്ച് രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി റഹ്മാനായ റബ്ബിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ ന്യൂനപക്ഷം നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ലോകത്താരും ഉണ്ടാവില്ല. എന്തിനാ അവർ യുദ്ധം ചെയ്തത്? വല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ് ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ് ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. റബ്ബല്ലാതെ ആരാധനക്കർഹനില്ല, റബ്ബല്ലാതെ സംരക്ഷകനില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആ ആളുകളോട് അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നത്. വലഖദ് നസ്റക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ് വലഖദ് നസ്റക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ് ലഅല്ലകും തഷ്കുറൂൻ. സൂറത്ത് ആൽ ഇംറാൻ 123, 124, 125 വചനം. അല്ലാഹ് സഹായിച്ചു ബദറിൽ നിങ്ങളെ. നമ്മളോ